ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ജീവകോശത്തിനുള്ളിലല്ലാതെ വളരാനോ പ്രത്യുൽപാദനം നടത്താനോ കഴിവില്ലാത്ത ജീവകണങ്ങളാണ് വൈറസുകൾ. ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിച്ച വൈറസ് എന്ന പദത്തിന്റെ ഉത്ഭവം, കൂടാതെ വൈറസുകളുടെ ചരിത്രം എന്നിവയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് ആവശ്യകതയാണ്. ആംഗലേയ ഭാഷയിൽ ഇത് വൈറസ് എന്നെഴുതുന്നു. ലത്തീനിൽ വിഷം എന്നാണ് ഈ പദത്തിനർത്ഥം. സാധാരണ സൂക്ഷ്മദർശിനികളിൽ കൂടി ഇവയെ കാണാൻ സാധ്യമല്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഇവയെ കാണാനാവൂ. അറിയപ്പെടുന്ന ആദ്യത്തെ വൈറസ് 1899 മാർട്ടിനസ് ബെയ്ജറിക് കണ്ടെത്തിയ ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ഇന്ന് 5000-ൽ പരം വൈറസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. വൈറസുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് വൈറോളജി. വൈറസുകൾ മൃഗങ്ങളെയും സസ്യങ്ങളെയും ആക്രമിക്കുന്നു. ഇലകളിൽ മൊസൈക്ക് പോലെയുള്ള പാറ്റേണുകളാൽ പുകയില ചെടികൾക്ക് ചിലപ്പോൾ കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. ഈ പാറ്റേണുകൾ പുകയില മൊസൈക്ക് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കണ്ടെത്തിയ ആദ്യത്തെ വൈറസായി മാറുകയും ചെയ്തു. അതിനുശേഷം ഇത് വിപുലമായ ഗവേഷണത്തിന്റെ ലക്ഷ്യമാണ്. ഇത് വൈറസുകളെ കുറിച്ച് ധാരാളം അടിസ്ഥാന അറിവുകൾ നൽകുകയും 1930-കളിൽ വെൻഡൽ സ്റ്റാൻലിക്ക് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ക്രിസ്റ്റലിൻ രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഇതുവഴി വൈറസുകൾ ഒരു തരം കണികയാണെന്നും ഒരു ദ്രാവക പകർച്ചവ്യാധി അല്ലെന്നും പലരും മുമ്പ് കരുതിയിരുന്നതായി കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. വെൻഡൽ സ്റ്റാൻലിക്ക് 1946-ൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയും ഉണ്ടായി. 2-3 ഭാഗങ്ങൾ കൂടിച്ചേർന്നതാണ് വൈറസിന്റെ ശരീരം. ജനിതക വിവരങ്ങൾ വഹിക്കുന്ന നീണ്ട തന്മാത്രകളായ DNA, RNA എന്നിവയിൽ ഒന്നിൽ നിർമ്മിതമായ ജീനുകൾ എല്ലാ വൈറസുകളിലും കാണപ്പെടുന്നു. ആതിഥേയ കോശങ്ങൾക്ക് വെളിയിലായിരിക്കുമ്പോൾ ചില വൈറസുകളിൽ ഇതിന് കൊഴുപ്പ് കൊണ്ടുള്ള ഒരു ആവരണമുണ്ടായിരിക്കും. ഹെലിക്കൽ മുതൽ സങ്കീർണമുള്ളതുമായ വ്യത്യസ്തങ്ങളായ ആകൃതികളാണ് വൈറസുകൾക്കുള്ളത്. ബാക്ടീരിയയുടെ 100-ൽ 1 മാത്രം വലിപ്പമുള്ളവയാണ് ഇവ. വൈറസുകളുടെ ഉത്ഭവത്തെപ്പറ്റി ഇന്നും ഒരു വ്യക്തമായ ധാരണ ഇല്ല. ചിലത് കോശങ്ങൾക്കിടയിൽ സഞ്ചരിക്കാൻ സാധ്യമായ DNA-യുടെ പ്ലാസ്മിഡ് ഖണ്ഡങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നവയോ ബാക്ടീരിയകളിൽ നിന്ന് ഉത്ഭവിക്കുകയോ ചെയ്യുന്നു എന്ന് അനുമാനിക്കുന്നു. വൈറസ് വിവിധങ്ങളായ രൂപങ്ങളിൽ പടരുന്നു. വ്യത്യസ്ത തരം വഴികളാണ് ഓരോ തരം വൈറസുകളും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് സസ്യങ്ങളിലെ നീരൂറ്റി കുടിക്കുന്ന ഷഡ്പദങ്ങൾ വഴി സസ്യങ്ങളിലെ വൈറസ് പടരുന്നു. ജന്തുക്കളിൽ രക്തം കുടിക്കുന്ന ജീവികൾ വഴിയും വൈറസ് പടരുന്നു. ഇത്തരം രോഗം വഹിക്കുന്ന ജീവികളെ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഫ്ലൂവിന് കാരണമാകുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ പരക്കുന്നത് തുമ്മൽ, ചീറ്റൽ തുടങ്ങിയവയിലൂടെയും, നോറോ വൈറസുകൾ ഉമിനീർ, കൈകൾ, ഭക്ഷണം, വെള്ളം തുടങ്ങിയവയിലൂടെയും, റോട്ടോ വൈറസുകൾ കുട്ടികളുടെ പരസ്പര സമ്പർക്കത്തിലൂടെയും, HIV ലൈംഗിക ബന്ധത്തിലൂടെയും പടരുന്നു. എല്ലാ വൈറസുകളും രോഗത്തിന് കാരണകാരികളാവാറില്ല. ഒരുപാട് വൈറസുകൾ അവ ബാധിച്ച ജീവിക്ക് ഹാനികരമാകാതെ തന്നെ പെരുകാറുണ്ട്. HIV പോലുള്ള ചില വൈറസ് ബാധ ജീവിതകാലം മുഴുവനോ അല്ലെങ്കിൽ വളരെ നീണ്ട കാലമോ നിലനിൽക്കുന്നവയാണ്. ആതിഥേയ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇവ പെരുകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിലും ജന്തുക്കളിൽ ഉണ്ടാകുന്ന വൈറസ് ബാധയ്ക്കെതിരെ ശരീരം ഉടനടി പ്രതിരോധിക്കാറുണ്ട്. ഇതുവഴി പൂർണ്ണമായും വൈറസിനെ നശിപ്പിച്ചെന്നും വരാം. വാക്സിനുകൾ നൽകിയും ഇങ്ങനെയുള്ള ശരീരത്തിന്റെ പ്രതിരോധത്തെ ഉണർത്തുവാൻ കഴിയും. ഇത് ജീവിതകാലം മുഴുവൻ ആ വൈറസ് ബാധയ്ക്കെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക് കാരണമാകാം. ബാക്ടീരിയയെ പോലുള്ള സൂക്ഷ്മജീവികൾക്കും വൈറസ് ബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ സംവിധാനമുണ്ട്. ആന്റിബയോട്ടിക്കുകൾ സാധാരണയായി വൈറസുകൾക്കെതിരെ ഫലം കാണിക്കാറില്ല. പക്ഷേ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ബാധയ്ക്കെതിരെയുള്ള ഔഷധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു വൈറസുകളുമുണ്ട്. മനുഷ്യന് മാത്രമല്ല, കമ്പ്യൂട്ടർ വൈറസുകളുണ്ട്, മൊബൈൽ വൈറസുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വൈറസ് എന്ന പേര് ഉത്ഭവിച്ചത് അറിയണ്ടേ? ലാറ്റിൻ ഭാഷയിലെ വൈറസ് എന്ന പദത്തിൽ നിന്നാണ് വൈറസ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത്. വിഷത്തെയും മറ്റു ദോഷകരമായ വസ്തുക്കളെയും തിരിച്ചറിയാനാണ് ലാറ്റിനിലെ പദമൂലം ഉപയോഗിക്കപ്പെട്ടിരുന്നത്. ഇത് ഇംഗ്ലീഷിൽ ആദ്യം ഉപയോഗിച്ചത് 1392-ലാണ്. വിറുലന്റ് എന്ന പദം ലാറ്റിൻ ഭാഷയിലെ വിറുലൻസ് എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇത് 1400-കളിലാണ് ആദ്യം ഉപയോഗിക്കപ്പെട്ടത്. സാംക്രമിക രോഗമുണ്ടാക്കുന്ന വസ്തു എന്ന അർത്ഥത്തിൽ ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 1728-ലാണ്. ഇത് 1892-ൽ ദിമിത്രി ഇവനോസ്കി വൈറസുകളെ കണ്ടുപിടിക്കുന്നതിന് മുൻപായിരുന്നു. വൈറസസ് എന്ന പദം വൈറസ് എന്ന പ്രയോഗത്തിന്റെ ബഹുവചനമായി ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയത് 1948-ലാണ്. വിറിയോൺ ബഹുവചനം വിറിയോൺസ് 1959 മുതൽ ഉപയോഗത്തിലുണ്ട്. ഇത് ഒരു കോശത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതും മറ്റു കോശങ്ങളിൽ രോഗമുണ്ടാക്കാൻ ശേഷിയുള്ളതുമായ ഒരു വൈറസ് തരിയെ വിളിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി വൈറസിന്റെ ചരിത്രത്തിലേക്ക്. സൂക്ഷ്മ ജൈവശാസ്ത്രജ്ഞനായ ചാൾസ് ചേംബർലാൻഡ്
1884 ഒരു ഫിൽട്ടർ കണ്ടുപിടിക്കുകയുണ്ടായി. അതിന്ന് ചേംബർലാൻഡ് അഥവാ ചേംബർലാൻഡ് പാസ്റ്റർ ഫിൽട്ടർ എന്നറിയപ്പെടുന്നു. ബാക്ടീരിയയേക്കാൾ ചെറിയ സുഷിരങ്ങളോട് കൂടിയതായിരുന്നു ഇത്. അതിനാൽ ബാക്ടീരിയയെ അടങ്ങിയ ലായനി ഇതിൽ കൂടി കടത്തിവിട്ട് ലായനിയിൽ നിന്ന് ബാക്ടീരിയയെ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇതിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആദ്യമായി തിരിച്ചറിഞ്ഞ ടൊബാക്കോ മൊസൈക്ക് വൈറസുമായി 1892 റഷ്യൻ ജൈവശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോസ്കി ഈ ഫിൽട്ടർ ഉപയോഗിച്ച് പരീക്ഷണത്തിൽ ഏർപ്പെടുകയും രോഗബാധയേറ്റ പുകയിലയുടെ സത്തിനെ ഇതിലൂടെ കടത്തിവിട്ടതിന് ശേഷം ബാധ നിലനിൽക്കുന്നതായി അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ബാക്ടീരിയയിൽ നിന്നുള്ള വിഷമായിരിക്കണം ഇതിന് കാരണം എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. പക്ഷേ അതിനെ വിശദീകരിക്കാൻ അദ്ദേഹത്തിനായില്ല. ഫിൽട്ടറിലൂടെ കടന്നുപോകുന്ന ഒരു പോഷണ മാധ്യമത്തിന് രോഗബാധ നിലനിർത്തുവാനുള്ള കഴിവുണ്ട് എന്നായിരുന്നു അന്നത്തെ രോഗങ്ങളുടെ രോഗാണു സിദ്ധാന്തം, അതായത് ജെം തിയറി ഓഫ് ഡിസീസ് അനുസരിച്ചിട്ടുള്ള അനുമാനം. 1899 ഇതേ പരീക്ഷണം ഡച്ച് സൂക്ഷ്മ ജൈവശാസ്ത്രജ്ഞനായ മാർട്ടിനസ് ബീജറിക്ക് ആവർത്തിക്കുകയും അദ്ദേഹം ഇത് രോഗബാധയ്ക്ക് കാരണമാകുന്ന മറ്റൊരു രൂപമാണ് എന്ന നിഗമനത്തിലെത്തിച്ചേരുകയും ചെയ്തു. കോശവിഭജനം വഴി അത് സ്വയം പെരുകുന്നതായി നിരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിലും അതിന്റെ ഘടന മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ അദ്ദേഹം കോണ്ടാജിയം വൈവം ഫ്ലൂഡിയം, ലയിക്കാൻ കഴിവുള്ള രോഗാണു എന്ന് വിളിക്കുകയും പിന്നീട് വൈറസ് എന്ന പദം ഉപയോഗിക്കുകയും ചെയ്തു. ബീജറിക്ക് വൈറസിന് ദ്രാവക രൂപമാണ് എന്നായിരുന്നു കരുതിയിരുന്നത്. പിന്നീട് വെൻഡൽ സ്റ്റാൻലിയാണ് ഇത് വ്യക്തമായ ആകൃതി ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞത്. അതേ വർഷം 1899 ഫ്രീഡ്രിച്ച് ലിയോഫ്ലറും ഫ്രോഷും കാലിന്റെയും വായയുടെയും രോഗബാധയെ അഫ്തോ വൈറസ് സമാന ഫിൽട്ടറുകളിലൂടെ കടത്തിവിടുകയും ഉയർന്ന സാന്ദ്രതയിൽ ബാധ നിലനിൽക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. അതുവഴി അതിന് പെരുകുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലീഷ് ബാക്ടീരിയോളജിസ്റ്റായ ഫെഡറിക് വോൾട്ട് ബാക്ടീരിയകളെ വൈറസ് ബാധിക്കുമെന്ന് കണ്ടെത്തുകയുണ്ടായി. ഇങ്ങനെയുള്ളവയെ ബാക്ടീരിയ ഫേജസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അകറിൽ വളരുന്ന ബാക്ടീരിയകളോടൊപ്പം വൈറസിനെ ചേർത്താൽ ബാക്ടീരിയകൾ നശിപ്പിക്കപ്പെടുന്ന മേഖലകൾ ഉണ്ടാകുന്നു എന്ന് ഫ്രഞ്ച് കനേഡിയൻ സൂക്ഷ്മ ജൈവശാസ്ത്രജ്ഞനായ ഫെലിക്സ് ഡി ഹെരല്ലെ വിവരിക്കുകയുണ്ടായി. അദ്ദേഹം വൈറസുകളുടെ സാന്ദ്രമായ ലായനി സൂക്ഷ്മമായി വേർതിരിച്ചെടുത്തു. ഇതിൽ മുഴുവൻ ബാക്ടീരിയകളും നശിപ്പിക്കപ്പെടാതെ അവ നശിപ്പിക്കപ്പെട്ട ഭാഗങ്ങളാണുള്ളതെന്നും തെളിയുകയുണ്ടായി. സാന്ദ്രതാ ഘടകങ്ങളുടെയും ഇത്തരം മേഖലകളുടെ എണ്ണത്തിന്റെയും ഗുണനഫലം അവയിൽ അടങ്ങിയിരിക്കുന്ന വൈറസുകളുടെ എണ്ണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചു. ജീവനുള്ളിടത്തെല്ലാം വൈറസുകളുമുണ്ട്. ആദ്യ ജീവകോശങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ വൈറസുകളും ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഇവ ഫോസിലുകൾ അവശേഷിപ്പിക്കാത്തതിനാൽ ഇവയുടെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ ലഭ്യമല്ല. DNA വൈറസുകൾ, RNA വൈറസുകൾ എന്നിവയുടെ ജനിതക താരതമ്യത്തിലൂടെയാണ് ഇവയുടെ ഉൽപ്പത്തിയെപ്പറ്റി പഠനം നടത്തുന്നത്. ഇതിനെപ്പറ്റി 3 പ്രധാന സിദ്ധാന്തങ്ങളാണുള്ളത്. റിഗ്രസീവ് സിദ്ധാന്തം, കോശത്തിൽ നിന്നാണ് ഉത്ഭവം എന്ന സിദ്ധാന്തം, സമാന്തര പരിണാമ സിദ്ധാന്തം. സാധാരണയായി 20 നാനോമീറ്റർ മുതൽ 1400 നാനോമീറ്റർ വരെയാണ് വൈറസിന്റെ വലിപ്പം. ഇവയ്ക്ക് കോശരൂപമോ ഉള്ളിൽ പ്രോട്ടോപ്ലാസമോ മർമ്മമോ മറ്റു കോശങ്ങളോ കാണപ്പെടുന്നില്ല. വൈറസിന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂക്ലിയോയിഡ് എന്ന ഭാഗമാണ്. DNA അഥവാ RNA ജനിതക വസ്തു കാണപ്പെടുന്ന ഭാഗമാണിത്. ലീനിയർ സർക്കുലർ രൂപത്തിലോ സിംഗിൾ ഡബിൾ ഇഴകളുടെ രൂപത്തിലോ ഇവ കാണപ്പെടാം. എന്നാൽ ജനിതക വസ്തു ഒന്നുകിൽ DNA അഥവാ RNA മാത്രമേ വരൂ. ന്യൂക്ലിക് അമ്ലത്തെ പൊതിഞ്ഞ് ക്യാപ്സിഡ് എന്ന മാംസാവരണമുണ്ട്. ക്യാപ്സോമിയറുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ യൂണിറ്റുകൾ ചേർന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ക്യാപ്സിഡിന്റെ രൂപമനുസരിച്ച് വൈറസുകളെ തരംതിരിച്ചിരിക്കുന്നു. ക്യാപ്സോമിയറുകൾ യഥാർത്ഥത്തിൽ പ്രോട്ടോമിയറുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് വളർച്ചകൾ ആയ പെന്റോണുകൾ ചില ക്യാപ്സിഡുകളിൽ നിന്ന് പുറത്തേക്ക് വളർച്ചകളായി വരുന്നുണ്ട്. ആതിഥേയ കോശത്തിൽ പറ്റിപ്പിടിക്കാൻ ഇവ സഹായിക്കുന്നു. ചില വൈറസുകളെ ക്യാപ്സിഡുകൾക്ക് പുറത്തുള്ള ലിപ്പിഡ് ബൈലെയർ ആവരണമാണ് എൻവലപ്പ്. HIV, ഇൻഫ്ലുവൻസ വൈറസുകൾ ഇത്തരത്തിൽ പെട്ടതാണ്. എന്നിരുന്നാലും വൈറസുകളുടെ കൃത്യമായ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ ലഭ്യമല്ല. അതിന്റെ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവ വളരെ ചെറുതാണെങ്കിലും അപകടകാരികളാണ്. മനുഷ്യജീവനെ അപകടത്തിലാഴ്ത്താൻ കഴിവുള്ളവ. ഇന്ന് വിവിധതരം വൈറസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.